ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് ആളുകളുടെ നിരന്തര പരിഹാസത്തിന് കഥാപാത്രമാകുക. എവിടെ കണ്ടു കഴിഞ്ഞാലും ആളുകൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ഭൂതകാലമുണ്ട് ഇന്ത്യയിലെ ടാറ്റ എന്ന് പറയുന്ന കാർ നിർമ്മാണ കമ്പനിക്ക്. ടാറ്റ ഇന്ത്യക്ക് മുതൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇറങ്ങിയ കാറുകളെക്കുറിച്ചെല്ലാം ആളുകൾ എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ആ വണ്ടി ഓടിക്കുന്നവരോട് തനിക്ക് വേറെ വല്ല കാറും എടുത്തുകൂടായിരുന്നില്ലേ, മാരുതിയുടെ കാർ എടുത്തുകൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളുടെ എണ്ണത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരിക്കൽ പോലും ടാറ്റ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു. ഒരുപാട് കാലം ആളുകൾ കുറ്റം പറഞ്ഞത് കേൾക്കേണ്ടി വന്ന അതേ ടാറ്റയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റഴിക്കപ്പെട്ട ഒരു ബ്രാൻഡായിട്ട് മാറിയത്. അതെ, 2024 മാർച്ചിലും ഏപ്രിലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറ് ടാറ്റയുടെ പഞ്ചാണ്. മാരുതിയുടെ വാഗണറിനെ പിന്നിലാക്കി നമ്മുടെ സ്വന്തം ടാറ്റ നമ്പർ 1 ആയിരിക്കുന്നു. അതെ, ഒരുപാട് കാലം പരിഹാസങ്ങളും കുത്തുവാക്കുകളും എല്ലാം കേട്ടെങ്കിലും സ്വയം നവീകരിക്കാൻ വേണ്ടി ടാറ്റ കാണിച്ച ആത്മാർത്ഥതയും പരിശ്രമവും ഒരിക്കലത് വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടാറ്റയുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് ടാറ്റയ്ക്ക് മാത്രം അഭിമാനിക്കാനുള്ളതല്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. കൺഗ്രാജുലേഷൻസ് ടാറ്റ.